ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടൊരു ഡ്രിങ്കാണ്. ബദാം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ബദാമിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയുന്നല്ലേ. നമ്മൾക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, പിന്നെ നമ്മുടെ ബോഡി വെയിറ്റ് കുറക്കാനും എല്ലാത്തിനും ഹെൽപ്പായിട്ടുള്ളത് തന്നെയാണ് ബദാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ ഞാനിത് അരക്കപ്പോളം ബദാം എടുത്തിട്ടുണ്ട്. ബദാമിൻ്റെ അളവൊക്കെ നമുക്ക് കൂട്ടുകയൊക്കെ ചെയ്യാം. ഇവിടെ മെയിനായിട്ട് കാണിക്കുന്നത് നമ്മൾ തൊണ്ടക്കൊന്നും കുത്താതെ പെർഫെക്റ്റായിട്ട് എങ്ങനെ ബദാം ഡ്രിങ്ക് ഉണ്ടാക്കുന്നതെന്നാണ്. അപ്പോൾ അധികം ഉണ്ടാക്കുമ്പോൾ നമ്മൾ തൊണ്ടക്കൊക്കെ കുത്തുന്ന ആ ഒരു രീതിയിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതൊന്നും ഇല്ലാത്ത രീതിയിലാണ് നമ്മളിവിടെ കാണിക്കുന്നത്. പിന്നെ ഞാനിവിടെ എടുത്തത് 10 പീസോളം കാഷ്യൂനട്ടും 10 പീസ് പിസ്ത എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏലക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാഷ്യൂനട്ട് നിർബന്ധമായിട്ടും വേണം. കാഷ്യൂനട്ട് ഇടാകുമ്പോഴാണ് ഇതൊരു നല്ല ടേസ്റ്റും നല്ല സ്മൂത്തും ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത് നമുക്ക് എടുത്തു വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സിയിലെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ കുതിർത്ത് വെക്കാതെയാണ് പൊടിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏലക്ക ഇടുന്ന സമയത്ത് അതിൻ്റെ തോടെല്ലാം കളഞ്ഞ് അത് സീഡ് മാത്രമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ 6 ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഏത് ടൈപ്പുള്ള നട്ട്സ് എടുത്താലും ഇതുപോലെ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ അത് ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ അത് ഒരു തരിതരിയായിട്ട് കുത്തുന്ന ഫീൽ ഉണ്ടാവും. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അതാണ് മെയിൻ. പിന്നെ നല്ല രീതിയിൽ അരക്കാൻ പറ്റുന്ന മിക്സി ആണെങ്കിൽ അങ്ങനെയും അരച്ചെടുക്കട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കയ്യിൽ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ പേസ്റ്റ് പോലെ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് റെഡി ആയിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെ തരിതരിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്നും കൂടെ പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് റെഡി ആയിട്ടില്ല. ഇത് കുറച്ച് കൂടുതൽ ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് പൊടിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യമായിട്ട് ഞാൻ പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യം പൊടിക്കുന്ന സമയത്ത് അത് നന്നായിട്ട് തന്നെ പൊടിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല വായിലിടുമ്പോൾ അലിഞ്ഞു പോകുന്ന അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ സാഫ്രോണൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പൊടിച്ചെടുക്കുന്ന സമയത്ത് അത് പൊടിച്ചെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ പാലിലിട്ടാലും മതി. പിന്നെ നമുക്ക് ഗാർണിഷിനായിട്ട് കുറച്ച് പിസ്താവും ബദാമും ഒന്ന് പൊടിച്ചെടുക്കാം. ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ച ബദാമിലോട്ട് കുറച്ചൊന്ന് പാലൊഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് റെഡിയാക്കി എടുക്കണം. അല്ലാതെ നമ്മൾ ഡയറക്റ്റായിട്ട് പാലിലേക്ക് ഒഴിച്ചാൽ അതൊരു കട്ടയായിട്ടുണ്ടാവും, കട്ടയായിട്ട് നിൽക്കും. അപ്പോൾ ഡയറക്റ്റായിട്ട് ഒഴിക്കണ്ട. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലോട്ട് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം. 4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മിക്സാക്കി വെച്ച ഈ ഒരു ബദാമും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഇനി എല്ലാം മിക്സായതിന് ശേഷമാണ് നമ്മളിത് ഫ്ലെയിം ഓണാക്കേണ്ടത്. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. നമ്മൾ ബദാമും കാഷ്യൂനട്ടും ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിയിൽ പിടിക്കും. അപ്പോൾ ഒന്ന് ഇളക്കി എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് നല്ലൊരു കട്ടിയായിട്ട് വരും. നമ്മൾ ഇത് ഒരുപാട് സമയമൊന്നും വെയിറ്റ് ചെയ്യണ്ടല്ലോ. ഒന്ന് തിളക്കുന്ന സമയത്ത് തന്നെ ഇത് കുറുകി കിട്ടും. അപ്പോൾ ഇത് നല്ല തിളച്ച് നല്ല കുറുകിയ സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് സാഫ്രോണും കൂടി ഇടുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ നമ്മുടെ ബദാം ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറിയ ചൂടോട് കൂടിയിട്ടാണ് ഇത് കുടിക്കുന്നത്. നല്ല ടേസ്റ്റും ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. കുട്ടികൾ സ്കൂളിൽ നിന്ന് വിട്ട് വരുന്ന സമയത്ത് ഈ ഒരു ഡ്രിങ്ക് കുടിച്ചാൽ തന്നെ അവർ ക്ഷീണവും മാറും. പിന്നെ ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബദാമും പിസ്താവും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു.